2027 ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞങ്ങളുടെ കലണ്ടർ പ്രകാരം നടത്തേണ്ട കാര്യങ്ങൾ അപേക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെ വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ ഭംഗിയായി കഴിഞ്ഞു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഹാജിമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഖുറ അഥവാ നറുക്കെടുപ്പ് കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് ടോട്ടൽ 11,164 പേർ 11,164 പേര് നറുക്കെടുപ്പിലൂടെ അവർക്ക് ഹജ്ജിന് അവസരം ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് 6,837 പേരും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് 3,224 പേർ, കോഴിക്കോട് നിന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായതിൻ്റെ ഇരട്ടി അഥവാ 1,826 പേർ. ഈ രീതിയിലാണ് നറുക്കെടുപ്പിലൂടെ 2027 ഹജ്ജിന് അവസരം ലഭിച്ച ആളുകളുടെ എണ്ണം. തീർച്ചയായിട്ടും ഇനി അവർക്ക് നൽകേണ്ട ഹജ്ജ് കമ്മിറ്റി മുന്നിട്ടിറങ്ങി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമായ ക്ലാസുകൾ നൽകലാണ്. ഈ ഹാജിമാർക്കുള്ള ട്രെയിനിങ് ക്ലാസ്സുകളുടെ ഒന്നാമത്തെ ഘട്ടം ഇൻഷാ അല്ലാഹ് 9-ാം തീയതി ബുധനാഴ്ച ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഹജ്ജ് കാര്യ വകുപ്പ് കൂടി നിർവഹിക്കുന്ന ഇതിൻ്റെ ചുമതലയുള്ള മന്ത്രി എൻ ശംസുദ്ദീൻ സാഹിബ് അവരുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് വെച്ച് 9-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതോടുകൂടി ഈ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പല സ്ഥലങ്ങളിലായി ഹാജിമാർക്കുള്ള 1-ാം ഘട്ട സാങ്കേതിക ക്ലാസുകൾ നടക്കും. അത് ഇൻഷാ അല്ലാഹ് സെപ്റ്റംബർ അവസാനത്തോടുകൂടി 1-ാം ഘട്ട ക്ലാസുകൾ അവസാനിപ്പിക്കും. റമദാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ 2-ാം ഘട്ട ക്ലാസുകൾ കൂടി അവസാനിപ്പിച്ച് പൂർത്തീകരിച്ചുകൊണ്ട് റമദാൻ കഴിഞ്ഞ ഉടനെ അവർ ഹജ്ജ് യാത്ര പുറപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പായി അവർക്കുള്ള കുത്തിവെപ്പും മറ്റുള്ള മെഡിക്കൽ ചെക്കപ്പുകളും അതുപോലെ 3-ാം ഘട്ട ക്ലാസുകളും അടക്കമുള്ള കാര്യം നടത്താൻ വേണ്ടി ഇന്ന് ചേർന്ന ഹജ്ജ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഷോർട്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹാജിമാരോട് നമുക്ക് പറയാനുള്ളത്, സാധാരണ ഹജ്ജ് 40-50 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങളടങ്ങിയതാണ്. പല ഹാജിമാർക്കും അവരുടെ തൊഴിലിൻ്റെ സ്വഭാവം പരിഗണിച്ച് നാട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മുൻനിർത്തി 40-50 ദിവസം ലഭിക്കുക എന്നത് വളരെ പ്രയാസമുള്ളതായതിനാൽ നമ്മുടെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി 2026 ഹജ്ജ് മുതൽ ഷോർട്ട് ഹജ്ജ് എന്ന ഒരു സ്കീം നടപ്പാക്കി വന്നിരിക്കുകയാണ്. 20 ദിവസം കൊണ്ട് ഹജ്ജും ഉംറയും പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തുന്ന ഈ പദ്ധതിയിൽ കഴിഞ്ഞ വർഷം രാജ്യത്തെ ടോട്ടൽ 17 എംബാർക്കേഷനുകളിലെ 7 എംബാർക്കേഷനുകളിൽ നിന്ന് മാത്രമാണ് ഷോർട്ട് ഹജ്ജിന് യാത്ര അനുവദിച്ചിരുന്നത്. കേരളത്തിൽ 3 എംബാർക്കേഷനുകൾ ഉണ്ടെങ്കിലും ഷോർട്ട് ഹജ്ജിന് വേണ്ടി നെടുമ്പാശ്ശേരി എംബാർക്കേഷൻ മാത്രമാണ് അനുവദിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഹജ്ജ് 2026 ടോട്ടൽ ഷോർട്ട് ഹജ്ജിനുള്ള സീറ്റ് അനുവദിക്കപ്പെട്ടിരുന്നത് 10,000 കഴിഞ്ഞ വർഷത്തെ അപേക്ഷകരുടെ എണ്ണം ആ 10,000-നുള്ളിൽ പെടുന്നതായതുകൊണ്ട് കഴിഞ്ഞ വർഷം അപേക്ഷിച്ച എല്ലാവർക്കും ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഷോർട്ട് ഹജ്ജിനുള്ള ആ അപേക്ഷകരുടെ കൂട്ടത്തിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ, ഷോർട്ട് ഹജ്ജിനല്ല ജനറൽ നറുക്കെടുപ്പിലൂടെ കിട്ടിയവരുടെ എണ്ണം തന്നെ 13,000-ത്തിലധികം കൂടുന്നു എന്നതിനാൽ അതിൻ്റെ പുറമെ ഷോർട്ട് ഹജ്ജിന് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട സീറ്റ് കപ്പാസിറ്റി കേവലം 10,000 മാത്രമായതിനാൽ ഷോർട്ട് ഹജ്ജിനെ അപേക്ഷിച്ച 3,000-ത്തിലധികം ആളുകൾക്ക് ഒരു പക്ഷേ അവസരം ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഗവൺമെൻറ്റും ഹജ്ജ് കമ്മിറ്റിയും നമ്മുടെ AS-ഉം അടക്കമുള്ളവർ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആ വിഷയത്തിൽ അനുകൂലമായി അനുഭാവപൂർവം അത് പരിഗണിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏതാനും ദിവസത്തിനുള്ളിൽ ആ കാര്യത്തിലൊരു വ്യക്തത വരും. ഒരു പക്ഷേ അപേക്ഷിച്ച് നറുക്കെടുപ്പിൽ കിട്ടിയ 13,000 ആളുകൾക്കും ഷോർട്ട് ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട അവർക്ക് മുഴുവൻ ആളുകൾക്കും ഷോർട്ട് ഹജ്ജ് എന്ന രീതിയിൽ തന്നെ പോകാനുള്ള അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം കഴിഞ്ഞ വർഷം 10,000 മാത്രമേ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ
അത് 13,000 ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വിജയിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കരിപ്പൂര് ഹജ്ജ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, കേരളത്തിലെ 3 എംബാർക്കേഷൻ പോയിന്റുകൾ ഉണ്ടെങ്കിലും നെടുമ്പാശ്ശേരി എംബാർക്കേഷൻ പോയിന്റിൽ മാത്രമാണ് ഷോർട്ടേജിന് വേണ്ടിയുള്ള യാത്ര അനുവദിക്കപ്പെട്ടത്. അതുകൊണ്ട് കോഴിക്കോട് നിന്ന് ഷോർട്ടേജ് ഈ വർഷം എന്തായാലും ഉണ്ടാവുകയില്ല. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.